നമസ്കാരം. ഇന്ന് കുറച്ച് പ്രത്യേകതയുള്ള ഒരു സാലഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പല ഇൻഗ്രീഡിയൻസും കോമൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിന് ചില സ്പെഷ്യാലിറ്റി ഉണ്ട്, ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ ഒരു അമൈനോ ആസിഡ്, നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അമൈനോ ആസിഡ് കൊണ്ടാണ്. പലതരം അമൈനോ ആസിഡ്സ്, 20ലധികം അമൈനോ ആസിഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ്റെ ആ ഒരു ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൈനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണങ്ങൾ ചെയ്യുന്നവയാണ്. അതിൽ നമ്മുടെ ഈ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശരീരത്തിൽ നിറം വയ്ക്കാൻ നമ്മളെല്ലാവരും ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞ് ഓടി നടക്കുകയല്ലേ ഇപ്പം. ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് എൻസൈം നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൻ്റെ പ്രവർത്തനം നന്നാക്കി ത്വരിതപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല നിറം വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഇൻഗ്രീഡിയൻ്റാണ് ഗ്ലൂട്ടാമിൻ എന്ന അമൈനോ ആസിഡ്. അപ്പോൾ ഈ ഗ്ലൂട്ടാമിൻ അമൈനോ ആസിഡിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ ഈ ഇൻറ്റസ്റ്റൈനിലെ നമ്മുടെ കുടലിൻ്റെ അകത്തുള്ള ലൈനിങ്ങിന് നല്ല ഇൻറ്റഗ്രിറ്റി കിട്ടാൻ, അത് നന്നായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഈ ഗ്ലൂട്ടാമിൻ ആവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ലൈനിങ് നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന രീതിയിലുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറിൻ്റെ കാലമാണല്ലോ. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ്, അതുപോലെ ഹയറ്റസ് ഹെർണിയ, ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇങ്ങനെ വളരെയധികം ശൃംഖലയായിട്ട് തന്നെയും ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ വയറിനകത്തുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നല്ല ബാക്ടീരിയ കുറയുകയും ചീത്ത ബാക്ടീരിയ കൂടുകയും ചെയ്യുന്ന. അപ്പോൾ ഈ നല്ല ബാക്ടീരിയ കൂടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഈ ഗ്ലൂട്ടാമിൻ അമൈനോ ആസിഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ രക്തത്തിലേക്ക് ഇറങ്ങിപ്പോവാതിരിക്കാനും അത് സഹായിക്കും. അതിൻ്റെ കവറിങ് കറക്റ്റായിട്ട് ഇൻടാക്റ്റായിട്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകുന്നത് ഈ ഗ്ലൂട്ടാമിൻ അമൈനോ ആസിഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഗ്ലൂട്ടാമിൻ അമൈനോ ആസിഡ് നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും കഴിക്കുക വഴി ഇത് നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ നല്ല നിറവും വയ്ക്കാം എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം കഴിച്ചിട്ട് അങ്ങ് നിറം വയ്ക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുകയും മറ്റുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. സ്ട്രെസ്സ് പാടില്ല, നന്നായിട്ട് ഉറങ്ങണം, മറ്റുള്ള പോഷകങ്ങൾ വേണം. ഇത് മാത്രം പോരാ, വേറെ ഒത്തിരി പോഷകങ്ങളുണ്ട്. എങ്കിൽ കൂടിയും ഒരുവിധപ്പെട്ട എല്ലാ പോഷകവും ഇതിനകത്ത് ഏകദേശമുണ്ട്. ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കി എല്ലാ ദിവസവും കഴിക്കുക വഴി അതിൻ്റേതായ ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്, എത്ര അളവിലാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു മേക്ക്. അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ മാഡത്തിൻ്റെ എല്ലാ റെസിപ്പി. ഇത് തയ്യാറാക്കി എനിക്കിപ്പോൾ ഒരു ഭയങ്കര ആവേശം എന്താണെന്നറിയോ, കമൻറ്റ് ബോക്സിൽ മാഡം ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി, എക്സലൻറ്റ് ടേസ്റ്റാണ്, അടിപൊളിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു മോട്ടിവേഷനാണ്. നിങ്ങളുടെ ഈ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് പിന്നെയും പുതിയത് തയ്യാറാക്കാനുള്ള ആവേശമാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിനും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അസുഖങ്ങളൊന്നും വരാതിരിക്കാനും അതുപോലെ വന്നവയെ കറക്റ്റായിട്ട് ഒരുവിധം കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസാണ്. ഗ്ലൂട്ടാമിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്പർ 1 ആയിട്ട് ക്യാബേജിൽ നന്നായിട്ട് ഗ്ലൂട്ടാമിൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ നമ്മളുടെ ഇന്നത്തെ ഈ റെസിപ്പിയുടെ. അപ്പോൾ ഇതൊരു 100 ഗ്രാം ക്യാബേജ് എടുത്താൽ ഒരു പ്രോബ്ലവും ഇല്ല, വെറും 20 കലോറി മാത്രമേ ഉള്ളൂ. അതുപോലെ നാരുകളുടെ കലവറയാണ്. പിന്നെ ഇതിനകത്തുള്ള മറ്റുള്ള പോഷകങ്ങൾ വൈറ്റമിൻ എ, സി ആണ് ഏറ്റവും കൂടുതൽ, വൈറ്റമിൻ സി. നാരുകൾ നന്നായിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള മിനറൽസും നന്നായിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ വളരെ കുറവാണ്, കലോറിയും കുറവാണ്, പ്രോട്ടീനും കുറവാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പുറം ചട്ടയുണ്ട്, 2-3-4 ഇതിൻ്റെ തൊലിയൊക്കെ ഇളക്കി കളയണം. വളരെ പ്രധാനമാണ്. കാരണം ഇതിൻ്റെ പുറത്ത് കുറച്ചൊക്കെ ഇൻസെക്ടിസൈഡ്സ് അടിക്കാതെ പറ്റത്തില്ല ഇതിന് നമ്മൾക്ക് ഇതിൻ്റെ കൾട്ടിവേഷനിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ക്യാരറ്റാണ്. അതുപോലെ ഗ്ലൂട്ടാമിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ക്യാരറ്റുണ്ട്. ക്യാരറ്റിന് ഈ ക്യാബേജിൻ്റെ അത്രയില്ല എങ്കിലും ഉണ്ട്. വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ എ നിറയെ ഉണ്ട്. അതിൻ്റെ കലവറയാണ്. ബീറ്റാ കരോട്ടിൻ ഏറ്റവും കൂടുതലുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് റിയലി ആൻറ്റി ക്യാൻസറസ് ആണ്. അതുപോലെ തന്നെ ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്, കൊളസ്ട്രോൾ കുറയ്ക്കും, എല്ലാം തന്നെ. ഇതിനൊക്കെ തന്നെ ഏറ്റവും നല്ലതാണ്. ക്യാരറ്റ് എല്ലാ ദിവസവും കഴിക്കുക വഴി വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ ഇതൊക്കെ തന്നെയും ഓർഗാനിക്കായിട്ട് കിട്ടണമെന്നുള്ളത് മറ്റൊരു കാര്യം. അതാണിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയാം. അത് പിന്നെ പ്രധാനപ്പെട്ട, അപ്പോൾ ഇത് ഒരു 50 ഗ്രാം ക്യാരറ്റ് എടുക്കുക, 100 ഗ്രാം ക്യാബേജ്, 50 ഗ്രാം ക്യാരറ്റ്. അപ്പോൾ ഇത് കിഡ്നി ബീൻസ് ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ വേറെ ഒരു സാലഡിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കിഡ്നി ബീൻസ് കുറേ നേരം വെള്ളത്തിലിടണം, ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച്, അല്ലെങ്കിൽ മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇതിന് വേവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു സ്വല്പം ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതാണിത്, വേവിച്ച് വെച്ചിരിക്കുന്നത് ബോയിൽഡ് കിഡ്നി ബീൻസാണ്. രാജ്മ എന്നും പറയും ഇതിന്. ഏറ്റവും നല്ല പോഷകങ്ങളുടെ കലവറയാണ്, പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു 10-15 ഗ്രാം ഉണ്ട്. ഒരു 100 ഗ്രാമിൽ തന്നെ 10-15 ഗ്രാം പ്രോട്ടീനുണ്ട്. ഫൈബറിൻ്റെ കലവറയാണ്. പിന്നെ മിനറൽസും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 25-30 ഗ്രാം മതിയാവും വേവിച്ച് രാജ്മ. പിന്നെ ഒരു സവാള ചെറുത് അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് കപ്പലണ്ടി അതുപോലെ തന്നെ അറിയാമല്ലോ, പോഷകങ്ങളുടെ കലവറ 25 ഗ്രാം പ്രോട്ടീനാണ് ഈ കപ്പലണ്ടിയിലുള്ളതെന്ന് ഓർമ്മ വേണം. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് നന്നായിട്ടുണ്ട്. കപ്പലണ്ടി എല്ലാ ദിവസവും നമുക്കൊരു 20-25 കപ്പലണ്ടി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പം പക്ഷേ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ച് മറ്റേ റോസ്റ്റഡ് കപ്പലണ്ടി കഴിക്കരുത് കേട്ടോ. ഇതല്ലാതെ ചുമ്മാതെ നമുക്ക് വാങ്ങി കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു പോഷകങ്ങൾ അതിനകത്ത് കുറയുന്നുണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഇത്തിരി കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പച്ചയ്ക്ക് കഴിക്കുന്ന, കുറേ ഡെഫിഷ്യൻസി ഉള്ളവർ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. അതോടൊപ്പം ലേശം ആപ്പിൾ സിഡർ വിനിഗർ, 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗറും കൂടെ ചേർത്ത് നമുക്ക് ഇത് തയ്യാറാകും. ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പമാണല്ലേ. ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. സവാള ചെറിയതായിട്ട് അരിഞ്ഞത്, ഒരു സവാള മതിയാവും. കിഡ്നി ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, കപ്പലണ്ടി, ലേശം ഉപ്പ്, കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഇതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ പരിഹരിക്കാനായിട്ടിരിക്കുന്ന കാര്യമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് ഒരു ബൈൻഡിങ് കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യും. പലതരം ചേരുവകളുടെ സങ്കലനമല്ലേ. പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ, ഇതുപോലെ ആപ്പിൾ സിഡർ വിനിഗർ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് വലിയ വിലയൊന്നുമില്ല, കുറച്ചൊഴിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കൂടുതൽ ആസിഡിറ്റി ഉള്ളവർ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ലേശം ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുക ഇതിനകത്തേക്ക്. അപ്പോൾ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗറിന് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. പാചകം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
ടേസ്റ്റിംഗ് ടൈം നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. കുട്ടികൾ പോലും അമ്മ കുറച്ചുകൂടെ തന്നോളൂ എന്ന് പറയുന്ന രുചിയുണ്ട് ഇതിന്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള കപ്പലണ്ടി, കിഡ്നി ബീൻസ് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം കുക്ക് ചെയ്ത് കിഡ്നി ബീൻസ്, ക്യാരറ്റിൻ്റെ ആ മധുരം, സവാളയുടെ ഒരു പ്രത്യേകതരം ടേസ്റ്റ്, ക്യാബേജിന് ഒരു പ്രത്യേക ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ആ ക്യാബേജിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും മാസ്കായിപ്പോയി. അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇതൊരു ഫുൾ മീലാണ്. എൻ്റെ ഓരോ റെസിപ്പികൾ, ഇങ്ങനെയുള്ള സാലഡ് റെസിപ്പികളൊക്കെ തന്നെ ഫുൾ മീലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്തില്ലാത്ത പോഷകങ്ങളില്ല ഒരർത്ഥത്തിൽ, അല്ലേ? ശരിയല്ലേ? നല്ല കൊളസ്ട്രോൾ, പ്രോട്ടീന് അത്യാവശ്യം. എത്ര തരം പ്രോട്ടീനാണ്? കപ്പലണ്ടിക്കകത്ത് പ്രോട്ടീൻ, കിഡ്നി ബീൻസിൽ പ്രോട്ടീൻ, പിന്നെ വൈറ്റമിൻസും മിനറൽസിൻ്റെയും കലവറ, നാരുകളുടെ കലവറ. ഇനി എന്ത് വേണം? ഞാൻ ഇല ഇടാതിരുന്ന ക്യാബേജ് ഉള്ളതുകൊണ്ട് ക്യാബേജ് അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിലൊക്കെ കിഡ്നി ബീൻസിലും ക്യാബേജിലും ക്യാരറ്റിലും സവാളയിലും ഒക്കെ തന്നെ ഗ്ലൂട്ടാമിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഗ്ലൂട്ടാത്തയോൺ ഗ്ലൂട്ടാത്തയോൺ അറിയാമല്ലോ, തയ്യാറാക്കുന്നതിന് ഏറെ അത്യാവശ്യമായത്. പിന്നെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനപരം ആയിട്ടുള്ള കാര്യം നമ്മുടെ ഗട്ട് മൈക്രോബ്സാണ്. അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ പോകുന്നത് അവിടെ തൊട്ടാണെന്നുള്ള ഓർമ്മ വേണം. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് ഗട്ടാണ്. എവരിത്തിങ് ബിഗിൻസ് ഇൻ യുവർ ഗട്ട്. പണ്ട് പറയും എവരിത്തിങ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ് എന്ന. അതല്ല, എവരിത്തിങ് ബിഗിൻസ് ഇൻ യുവർ ഗട്ട് ആൻഡ് ഓൾസോ ഇൻ യുവർ മൈൻഡ്. ഇത് രണ്ടും വേണം. മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കണം, ഗട്ട് നന്നായിട്ടിരിക്കണം. അപ്പോൾ ഗട്ട് നന്നായിട്ടിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ചിലർക്ക് ഹൈപ്പർ അസിഡിറ്റി, ചിലർക്ക് ഹൈപ്പോ അസിഡിറ്റി. ഈ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുമ്പോൾ ആസിഡ് കുറയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആസിഡ് കുറവായിട്ടുള്ളവർക്ക് ഈ ആപ്പിൾ സിഡർ വിനിഗർ വളരെ ഗുണം ചെയ്യും. അതേസമയം ഹൈപ്പർ അസിഡിറ്റിയാണ് കിടക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും ബേക്കിംഗ് സോഡ ലേശം അതിനോടൊപ്പം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വയറിനകത്ത് വളരെയധികം ഗുണം ചെയ്യും. ഇങ്ങനെയുള്ള ഈ പുളിച്ച തേട്ടൽ, വയറുപെരുക്കം, നെഞ്ചരിച്ചിൽ, വിശപ്പ് കുറവ്, ദഹനക്കേട്, ഇവയ്ക്കൊക്കെ ഒരു പരിഹാരമാണ് ഇങ്ങനൊരു കോമ്പിനേഷൻ. നിങ്ങളെപ്പോഴും തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്തു നോക്കൂ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഗട്ട് മൈക്രോബ്സിൻ്റെ ആ ഒരു ഫുഡ്, ഇതിനകത്തുള്ള നിറയെ നാരുകൾ, ഫൈബറില്ലേ, അതാണ് അതിൻ്റെ ഫുഡ്. പ്രോബയോട്ടിക് എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ കിടക്കുന്നതിൻ്റെ പ്രീബയോട്ടിക്കാണ് അതിൻ്റെ ഫുഡ്. പ്രോബയോട്ടിക്സാണ് നമ്മുടെ ഗട്ട് മൈക്രോബ്സ്. ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഗട്ടിലുള്ള നല്ല ബാക്ടീരിയ. അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. അവിടെയാണ് നമ്മൾ സെറട്ടോണിനാവട്ടെ, മെലട്ടോണിനാവട്ടെ, ഗ്ലൂട്ടത്തയോൺ ആവട്ടെ, എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്നത് അവിടെയാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് നമ്മളുടെ കുടലിനെ സംരക്ഷിച്ച് നിർത്തുക, നന്നായിട്ട് നമ്മൾ പരിപോഷിപ്പിക്കുക. അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാലഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേ രീതിയിലുള്ള സാലഡ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഏപ്രിൽ 14 എറണാകുളത്ത് ഒറ്റ ദിവസം, അതായത് അടുത്ത വിഷുവിന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ അവിടെ വൈറ്റിലയിൽ ഒരു ക്ലിനിക്കിൽ വരുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ വിവരങ്ങളും, എങ്ങനെയാണ് വരേണ്ടതെന്നും കൺസൾട്ടിങ് ടൈമും
അതുപോലെ തന്നെ ലൊക്കേഷനും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അതല്ല ദൂരെയുള്ളവരാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഈസ് വെരി മച്ച് പോസിബിൾ. പിന്നെ എൻ്റെ പുസ്തകം, മൂന്നാമത്തെ പുസ്തകം ഇറങ്ങിയത് അറിയാമല്ലോ, പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും, ആഹാരം തന്നെ പ്രതിവിധി. അത് മൂന്നാമത്തെ പുസ്തകമാണ്. അത് മനോരമ ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കിട്ടിയില്ലെങ്കിൽ എന്നെ സമീപിക്കാം, തീർച്ചയായും ഞാൻ അയച്ചു തരാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.